നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. പാകിസ്ഥാൻ്റെ ഒരു അവസ്ഥ നോക്കണേ. എത്ര കാലങ്ങൾക്ക് ശേഷമാണ് അവരുടെ നാട്ടിലേക്ക് ഒരു ICC ചാമ്പ്യൻസ് ട്രോഫി അല്ലെങ്കിൽ ഒരു ICC ഈവൻ്റ് എത്തുന്നു, ഒരു ICC ടൂർണമെൻറ്റ് വരുന്നത്. എന്നിട്ടെന്താ തുടക്കത്തിലേ പുറത്താവുന്ന അവസ്ഥ. ആദ്യ കളിയിൽ അവർ ന്യൂസിലാൻഡിനോട് നല്ല വൃത്തിക്ക് തോറ്റു. രണ്ടാം കളിയിൽ ദുബായിൽ വന്നിട്ട് ഇന്ത്യയോട് തകർന്നങ്ങ് തരിപ്പിടമാവുകയും ചെയ്തു. സോ തുടക്കത്തിലേ പുറത്ത്, ആദ്യത്തെ തുടക്കത്തിലേ പുറത്തായ പിന്നെ എന്തായിരിക്കും ആ നാട്ടിലെ കളിയുടെ ഓളം എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. അപ്പോൾ ഇവിടെ ഇനി പാകിസ്ഥാന് സെമി സാധ്യതയുണ്ടോ? ഇപ്പോൾ പൂർണ്ണമായും പുറത്തായി എന്ന് പറയാൻ പറ്റില്ല. മാത്തമാറ്റിക്കലി ഇനിയും സാധ്യതയുണ്ട്. പക്ഷെ റിയലിസ്റ്റിക്കലി ആ സാധ്യത ഓൾമോസ്റ്റ് ഇല്ല എന്ന് പറയുന്നതായിരിക്കും ശരി. അപ്പോൾ ഇനി എന്ത് സാധ്യത, അതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതുപോലെ ഇന്ത്യ ആണ് ഇപ്പോൾ ഒന്നാമത്. നമ്മൾ സെമി ഉറപ്പിച്ച് കഴിഞ്ഞുവോ? ഏതാണ്ട് ഉറപ്പിച്ചു. കാരണം ഇന്ത്യ 2 കളികളിൽ നിന്ന് 4 പോയിൻ്റാണ്. ന്യൂസിലാൻഡിന് 1 കളി 2 പോയിൻറ്റ്, ബംഗ്ലാദേശ് 1 കളി 0 പോയിൻറ്റ്, പാകിസ്ഥാൻ 2 കളി 0 പോയിൻറ്റ്. ഗ്രൂപ്പിൽ ഏറ്റവും താഴെയാണ് പാകിസ്ഥാൻ. ഇനി അറിയേണ്ട കാര്യം, ഈ പോയിൻ്റ് പട്ടികയിൽ 2ാം സ്ഥാനം ആര് പിടിക്കും? 1ാം സ്ഥാനം ഇന്ത്യ തന്നെ പിടിക്കുമെന്ന് നമുക്ക് കരുതാം. കാരണം ഇന്ത്യക്ക് ഇനി ന്യൂസിലാൻഡിനെതിരെയുള്ള കളിയുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ഫോമിൽ ന്യൂസിലാൻഡ് ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കിയേക്കാം. പക്ഷേ നമ്മളെ ദുബായിലിട്ട് തോൽപ്പിക്കാൻ ന്യൂസിലാൻഡിന് കഴിയും എന്ന് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ 1ാം സ്ഥാനവും കൊണ്ട് നമ്മുടെ ടീം തന്നെ കയറുമെന്ന് കരുതാം. ഇനി അതല്ല, ന്യൂസിലാൻഡ് വിജയിക്കുകയാണെങ്കിൽ പോലും നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഓൾറെഡി 4 പോയിൻറ്റുകളുണ്ട്. അപകടമൊന്നുമില്ല. നമ്മൾ സെമി ഉറപ്പിക്കും എന്ന് തന്നെ വേണം വിചാരിക്കാൻ. പാകിസ്ഥാൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ, പാകിസ്ഥാന് 0 പോയിൻ്റ് എന്നുള്ളത് മാത്രമല്ല പ്രശ്നം. -1.087 ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ്. വമ്പൻ തോൽവിയാണ് ന്യൂസിലാൻഡിനോടേറ്റത്. ഇന്ത്യയോടും അങ്ങനെ തന്നെയാണ് തോറ്റത്. അപ്പോൾ ഏതാണ്ടൊരു ഏകപക്ഷീയമായ രൂപത്തിലുള്ള തോൽവികൾ അവർ ഏറ്റുവാങ്ങുമ്പോൾ -1.087 നെറ്റ് റൺ റേറ്റ്, അവിടെ നിന്ന് ഇനി കയറുക എന്നുള്ളത് എളുപ്പമല്ല. ഇനി എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇന്നത്തെ ബംഗ്ലാദേശ് വേഴ്സസ് ന്യൂസിലാൻഡ് മത്സരമുണ്ടല്ലോ, ആ കളി ബംഗ്ലാദേശ് വിജയിക്കണം. അപ്പോൾ ബംഗ്ലാദേശിന് 2 പോയിൻറ്റ്, ന്യൂസിലാൻഡിന് 2 പോയിൻറ്റ്, പാകിസ്ഥാന് 0 പോയിൻ്റ് എന്നാവും. പിന്നെ പാകിസ്ഥാൻ ബംഗ്ലാദേശ് മത്സരമുണ്ടല്ലോ, ആ കളി പാകിസ്ഥാൻ വമ്പൻ മാർജിനിൽ വിജയിക്കണം. അപ്പോൾ പാകിസ്ഥാനും അവരെ പോലെ 2 വീതം പോയിൻറ്റുകളാവും. നല്ല മാർജിനിൽ വിജയിച്ചെങ്കിൽ മാത്രമേ ഈ നെറ്റ് റൺ റേറ്റിൻ്റെ പരിക്ക് രക്ഷപ്പെടുത്താൻ പറ്റുകയുള്ളൂ. അത് കഴിഞ്ഞ് ലീഗ് ഘട്ടത്തിലെ അവസാന മത്സരം, ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരം ഇന്ത്യ ന്യൂസിലാൻഡ് മത്സരമുണ്ടല്ലോ, ആ കളി ഇന്ത്യ ജയിക്കുകയും വേണം. അങ്ങനെയാണെങ്കിലോ ന്യൂസിലാൻഡിന് 2 പോയിൻറ്റ്, ബംഗ്ലാദേശിന് 2 പോയിൻറ്റ്, പാകിസ്ഥാന് 2 പോയിൻറ്റ് എന്ന സ്ഥിതിവിശേഷമാവും. അപ്പോൾ ന്യൂസിലാൻഡ് നല്ല മാർജിനിൽ പൊട്ടണം. എങ്കിൽ മാത്രമേ പാകിസ്ഥാൻ ഇനി സാധ്യത അപ്പോഴും ഉണ്ടാവുകയുള്ളൂ. കാരണം അപ്പോൾ നെറ്റ് റൺ റേറ്റ് ആയിരിക്കും ഇൻ പ്ലേ വരിക. അപ്പോൾ അതിനൊക്കെ പരിഹാരം ചെയ്യണമെങ്കിൽ അവർക്ക് ബംഗ്ലാദേശിന് മേൽ പടുകൂറ്റൻ ജയം ജയിക്കണം. ഇന്ന് ബംഗ്ലാദേശ് ന്യൂസിലാൻഡിനെ തോൽപ്പിക്കണം, പിന്നെ ഇന്ത്യ ന്യൂസിലാൻഡിനെ തോൽപ്പിക്കണം. കാരണം ഒന്നും അവരുടെ കയ്യിലല്ല എന്നർത്ഥം. പക്ഷേ സ്റ്റിൽ ചെറിയ സാധ്യത ഇവിടെ ബാക്കി നിൽപ്പുണ്ട് എന്ന് മാത്രം. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏതാണ്ട് സെമി ഫൈനൽ ഉറപ്പിച്ച മട്ടാണ്. നമുക്ക് 4 പോയിൻറ്റുകളുണ്ട്. ഇനിയിപ്പോൾ അതിലൊരു തകിടം മറിച്ചിലിന് സാധ്യതയുണ്ടെന്ന് ചോദിച്ചാൽ, ബംഗ്ലാദേശ് ഇന്നിപ്പോൾ ജയിക്കുന്നു, 2 പോയിൻറ്റ് ബംഗ്ലാദേശ് അങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് വെക്കുക. പാകിസ്ഥാനെയും ബംഗ്ലാദേശ് തോൽപ്പിക്കുന്നു, അപ്പോൾ ബംഗ്ലാദേശ് 4 പോയിൻ്റ് ആവും. ന്യൂസിലാൻഡ് ഇന്ത്യയോട് ജയിക്കുന്നു എന്ന് കരുതുക, അപ്പോൾ ന്യൂസിലാൻഡിനും 4 പോയിൻ്റ് ആവും. അപ്പോൾ ഇന്ത്യക്ക് 4, ന്യൂസിലാൻഡിന് 4, ബംഗ്ലാദേശിന് 4 എന്നായാൽ അപ്പോൾ അവിടെ റൺ റേറ്റ് ആയിരിക്കും പരിഗണിക്കുക. നിലവിൽ മികച്ച റൺ റേറ്റ് ഇന്ത്യക്കുണ്ട്. ന്യൂസിലാൻഡാണ് ഇപ്പോൾ ഏറ്റവും മികച്ചതുള്ളത്. എന്നാൽ പോലും ഇന്നത്തെ കളിയോടുകൂടി അതിൽ മാറ്റമുണ്ടാകും. അപ്പോൾ നിലവിൽ വലിയ പരിക്കില്ലാതെ തന്നെ ഇന്ത്യ സെമി ഉറപ്പിച്ചിട്ടുണ്ട് എന്നതാണ് റിയലിസ്റ്റിക്കലി നമുക്ക് പറയാൻ പറ്റുക. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.